ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ചെയ്ത ക്രിസ്ത്യാനികളെ ഗ്രാമങ്ങളിൽ പ്രവേശിപ്പിക്കില്ല എന്ന ബോർഡിനെതിരെ സിറോ മലബാർ സഭ വർഗീയതയുടെ ഒരു പുതിയ രഥയാത്രയ്ക്ക് തുടക്കമാവുകയാണ്. ഒരു കൂട്ടം ആളുകളെ രണ്ടാം തരം പൗരന്മാരായി ചിത്രീകരിക്കുകയാണെന്നും സിറോ മലബാർ സഭ പ്രസ്താവനയിൽ പറഞ്ഞു. ബോർഡുകൾ മാറ്റേണ്ടതില്ല എന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതി സമീപിക്കാനും സഭ തീരുമാനിച്ചു. PR അരവിന്ദ് വിവരങ്ങളുമായി ചേരുന്നു. അരവിന്ദ്, എവിടെയാണ് ഈ ബോർഡുകൾ സ്ഥാപിച്ചത്? എന്താണ് ആ ബോർഡിൽ എഴുതിയിട്ടുള്ളത്? ഛത്തീസ്ഗഡിലെ കാങ്കർ ജില്ലയിലെ 8 ഗ്രാമങ്ങളിലാണ് മതപരിവർത്തനം നടത്തിയ ക്രിസ്ത്യാനികളെ പ്രവേശിപ്പിക്കരുത് അല്ലെങ്കിൽ പ്രവേശിപ്പിക്കില്ല എന്ന ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഗ്രാമസഭയാണ് ഈ നടപടിയുമായി മുന്നോട്ട് പോകുന്നതാണ് കാങ്കർ സ്വദേശികൾ അടക്കം ആരോപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തിയിരുന്നു. ഈ ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു. ഈ നടപടി ഭരണഘടനാ വിരുദ്ധമല്ലെന്നതായിരുന്നു ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. ഇതിന് പിന്നാലെയാണ് നടപടിക്കെതിരെ സീറോ മലബാർ സഭ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സീറോ മലബാർ സഭ ചൂണ്ടിക്കാണിക്കുന്നത് വർഗീയതയുടെ ഒരു പുതിയ രഥയാത്രയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ചില പൗരന്മാരെ രണ്ടാം കിട പൗരന്മാരായി ചിലർ പരിഗണിക്കുന്നു എന്നതാണ് സീറോ മലബാർ സഭ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുവാനും ഇപ്പോൾ സഭ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ നേരത്തെ നടന്നിരുന്നു. അന്ന് BJP നേതാക്കളടക്കം, കേരളത്തിലെ BJP നേതാക്കളടക്കം വലിയ വാദമാണ് ഉന്നയിച്ചത്. ഞങ്ങൾ ക്രൈസ്തവർക്കൊപ്പമാണെന്നും അവർക്കൊപ്പം നിലനിൽക്കുമെന്ന വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഛത്തീസ്ഗഡിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തുടരുന്നു. അവർക്ക് നേരെ വലിയ രീതിയിലുള്ള വിവേചനം ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് ഈ ബോർഡുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം ഫരീദാബാദ് അതിരൂപതയുമായി ബന്ധപ്പെട്ട ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര മന്ത്രി കിരൺ റിജിജു ചൂണ്ടിക്കാണിച്ചത് വലിയ രീതിയിലുള്ള ദുഷ്പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുകയാണ്. പക്ഷേ കത്തോലിക്ക സഭയും അതുപോലെ തന്നെ മറ്റ് സഭകൾക്കൊപ്പമാണ് BJP എന്നതാണ്. പക്ഷേ ഇവിടെ കേന്ദ്രത്തിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ കേന്ദ്രത്തിൽ പറയുന്ന നിലപാട് പല സംസ്ഥാനങ്ങളിലും സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ക്രൈസ്തവർക്ക് നേരെ വലിയ രീതിയിലുള്ള വിവേചനം ഛത്തീസ്ഗഡിൽ അടക്കം ഉണ്ടാകുന്നു. അതിന്റെ ഏറ്റവും അവസാന സൂചനയാണ് ഇപ്പോൾ ഈ കാങ്കർ ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന ബോർഡുകൾ. അജിംസ്.